ഹായ് കൂട്ടുകാരെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കൃഷി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പയർ കൃഷി, അതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു തടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഫ്രീ ടൈമുകൾ നമുക്ക് എങ്ങനെ ആനന്ദകരമായിട്ട് എൻജോയ് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഈവൻ 1 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും മോസ്റ്റ് ഓഫ് ദം ആർ. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ വീട്ടിലൊക്കെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെറിയ ചെറിയ കൃഷികൾ നടുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പയറോ അതുപോലെ പാവലോ വെണ്ടയ്ക്കയോ അതുപോലെ വാഴയോ ഇങ്ങനെ എന്തെങ്കിലും ചീര അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ്. ഈ നടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സെറ്റപ്പ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ തൂമ്പ ഊരിപ്പോയത്. നമുക്കത് സെറ്റാക്കണം. അത് സെറ്റാക്കിയിട്ട് വന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അച്ഛൻ അടിപൊളിയായിട്ട് പൂള് വയ്ക്കും. പക്ഷേ ഇവിടെ നമ്മൾ തന്നെയാണ് പൂള് വയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ തൂമ്പ കൈയെടുത്ത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മുടെ തൂമ്പയിലേക്ക് ഇട്ടിട്ട് ഒരു 3 പൂളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അടിച്ച് കയറ്റി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃഷി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിറ്റുവേഷൻ എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെ പുല്ല് പോലെ ഓവർകം ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആ കാര്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ 3 പൂളെടുത്ത് നമ്മൾ തിരിച്ച് മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്കടെ ഇപ്പുറത്തേക്കടയൊക്കെ എടുത്ത് അടിച്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ കല്ലെടുത്തിട്ട് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആയുധം 1 സെക്കൻഡ് റെഡി ആവുന്നതായിരിക്കും. എന്നാൽ പിടിച്ചോ, ദേ കിടക്കണു, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കല്ലേലെടുത്തൊന്ന് കുത്തി അതിൻ്റെ സീനൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വരുന്നതായിരിക്കും. അങ്ങനെ ഇടിക്കണം മോനെ അരുണ, എന്താ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടിച്ചങ്ങ് സെറ്റാക്ക്. അവിടെ നിന്ന് ഇവിടെ നിന്ന് മൂലയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ അങ്ങ് ഇടിക്കേ. അച്ചടപ്പെടാന്നാട്ടെ പെട്ടെന്ന് എൻ്റെ പണിയിൽ നിന്ന് തീർത്തിട്ട് വേണം. മഴ വരാൻ തുടങ്ങുമോ, നീ എന്തേലും നോക്കിക്കണേ, വെയിലിപ്പം മാറും. പെട്ടെന്ന് അങ്ങനെ എന്തായാലും പറഞ്ഞ് ചെറുക്കൻ സെറ്റാക്കിയിരിക്കുകയാണ്. അവൻ്റെ തൂമ്പ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മുട്ടും കൂടെ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇടിച്ചില്ലെങ്കിൽ അവന് ശരി, മതി ചെല്ല്. സമയം കളയാനുള്ള ഓരോരോ വടവുകളെ. ഇതിനൊക്കെ പൈസ തന്നിട്ടല്ല നിന്നെ പണിക്ക് വെച്ചേക്കണേ. ഒരു ദിവസം 1000 രൂപയാണ് മേടിക്കണേ. എന്നെ കുടവേറും കാണിച്ച് നിൽക്കണ നിൽപ്പ് കണ്ട അവൻ്റെ കുണ്ടിക്കെട്ട് 2 അടിയും കൊടുത്ത് വിടാനുള്ളതിനെ. എന്തെങ്കിലാട്ടെ. ചെല്ല് പെട്ടെന്ന് കിളച്ച് സെറ്റാക്കി, കിളച്ച് മറിക്കങ്ങട്. ചടപടാന്ന്. ഇവനൊരു ഉഷാറില്ലല്ലോ. ഇവനെന്താ രാവിലെ പഴങ്കഞ്ഞി പോലും കഴിക്കാതെയാണോ ഇറങ്ങിയേ? കട്ടൻ ചായ ഇട്ട് കൊടുക്കാനായിട്ട് വീട്ടിലാരെങ്കിലും വേണ്ടേ? അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ അങ്ങ് നാട്ടിലാണ്. ഇവനാണെങ്കിൽ ആകപ്പാടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ കൃഷിപ്പണി എന്തെങ്കിലുമായിട്ട് നടക്കട്ടെ. അല്ല, കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടല്ലോ ആശാൻ. എന്താണോ ഉദ്ദേശിക്കണേ? എന്തെങ്കിലുമാട്ടെ, പെടപെടാന്ന് ആക്കിക്കോട്ടെ. നീ ഇത് ഫുള്ളൊന്ന് ഒരുക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പയറങ്ങ് നടാനായിട്ട്. വീട്ടിൽ നിന്ന് വേണമെന്ന് ഒരു 175 വിത്ത് നമ്മൾ പാകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ. അതൊക്കെ എടുത്ത് നമുക്ക് ചറപറാന്ന് ഇതിനകത്തേക്കൊന്ന് ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നല്ലൊരു പക്ക സെറ്റപ്പായിട്ടുള്ളൊരു പയർ തോട്ടം നമുക്ക് കാണാൻ പറ്റും. നമുക്കാണെങ്കിൽ ഇപ്പോൾ അറിയാലോ, ഏതെടുത്താലും വിഷം ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ നമ്മളിപ്പോൾ മറ്റേ ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചിയുടെ പടത്തിനകത്ത് നമ്മൾ കണ്ടാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൊട്ടക്കണക്കിന് മേടിക്കുന്ന പച്ചക്കറിയിലേക്ക് ഇഷ്ടം പോലെ മരുന്നടിച്ചിട്ടാണ് വരുന്നത്. കാരണം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ക്യാൻസർ വന്നതെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമൊക്കെ നമുക്ക് നൈസായിട്ട് ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചെറുക്കനെ പോലെ നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത്തും ഫിറ്റാക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വിഷരഹിത പച്ചക്കറി, അതായത് ജൈവ പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് പറക്കിക്കളയുണ്ടല്ലോ. സ്വർണ്ണമാണോ പോലും? സ്വർണ്ണമൊന്നും ആയിരിക്കില്ല. സ്വർണ്ണമാണേവും കളയുമല്ലേ. എന്തെങ്കിലുമൊക്കെ ആട്ടെ, പെട്ടെന്ന് കിളക്കടാ. ഇവനെന്നെ കാണിച്ചുകൊണ്ടിരിക്കണേ. എന്തെങ്കിലും ആട്ടെ, പതുക്കെ ആണെങ്കിലും പൈസ കൊടുക്കാതെ കളപ്പിക്കണേ. അവനാണെങ്കിൽ ഒരു കട്ടൻ ചായയും 2 വടയും മേടിച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൻ ചൊറിയാൻ പോയേക്കണം. എന്നാണോ നോക്കിയിരിക്കണേ? ആടി തൂങ്ങിന്നങ്ങ് കിളക്കുക. ചായ മാത്രം കൊടുക്കണ്ടേനായിരിക്കും ഒരു ഉഷാറില്ല ചെറുക്കനെ. അടുത്തോ 2 കള കളച്ചിപ്പേക്കും പൂളിടാൻ കുറേ സമയം. എന്താടാ മോനെ നീ പെട്ടെന്ന് കിളക്കി. നീ ഒരു രക്ഷയില്ലോ നിന്നെ കൊണ്ട്. ഇന്നങ്ങ് കഴിഞ്ഞിട്ട് മഴ വന്നതിന് മുമ്പ് തീർക്കുമോ നീ? പെരുമഴയാണ്. കുറച്ച് വെയിൽ കിട്ടിയ സമയത്ത് പെട്ടെന്നൊന്ന് ഒരുക്കി തീർക്കാനുള്ളതിന്
കല്ലൊക്കെ അങ്ങ് എടുത്ത് കളാ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. ചടപട എന്നങ്ങ് ചെയ്തോ. നോക്കിയിരിക്കല്ലേ, വേറെ ആരും കൂട്ടുകൂടാനൊന്നുമില്ല. കൂട്ടുകാരൊക്കെ വീട്ടിലാണ്, നാട്ടിലൊക്കെയാണ് അവന്മാർ. നമ്മൾ തന്നെ പരിപാടി സെറ്റാക്കണം. ഇടപെടാന്നാക്കിക്കോ. ആ കൈയുടെ ആ മസിലങ്ങ് ചാടട്ടെ, കുടവയറൊക്കെ കുറയട്ടെ, 6 പാക്കൊക്കെ അടിക്കുമോടാ. പെട്ടെന്നൊക്കെ പണി ചെയ്യുവാണെങ്കിൽ 6 പാക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പുല്ല് പോലെ സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. കാലക്കട മസിലൊക്കെ കാണുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യണതിൻ്റെയാണെന്ന് തോന്നുന്നു. ചെറിയ മസിലൊക്കെ അതിലെല്ലാം പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് ചെറിയൊരു തോട്ടം പോലെ എന്നാണ്ട് കാണുന്നുണ്ട്. അവൻ്റെ കൃഷികളായിരിക്കും. ചെറിയ എന്തൊക്കെയോ പയറോ വാഴ പുള്ളി നട്ടല്ലാന്ന് തോന്നുന്നു നിപ്പ് കണ്ടിട്ട്. അതാ പറമ്പുടമസ്ഥൻ പണ്ട് കൊണ്ടുവച്ച വാഴയൊക്കെയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. കൊണ്ടുവച്ച അവിടെ മുട്ടപ്പം പോലും ആവാതെ കുറേ പയറ് ചെടികളപ്പുറം നിൽക്കുന്നുണ്ട്. എന്തായാലും തകൃതിയായിട്ട് കല്ലൊക്കെ എടുത്ത് കളയുന്നുണ്ട്. എന്തായാലും ചെറുക്കൻ നല്ല രീതിയിൽ പണി പഠിച്ചേക്കണവനാ. എന്തായാലും എവിടെ നിന്നാണോ പണി പഠിച്ചേക്കണേ. എന്തായാലും അവൻ ആടിത്തൂങ്ങിയാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ എൻ്റെ പൊന്നു മോനെ. അവനെയൊക്കെ പണിക്ക് വിളിച്ചാൽ വേണ്ടല്ലോ. ബംഗാളീനെ വിളിച്ചായിരുന്നെങ്കിൽ ഇപ്പം പണിയും തീർത്തവൻ പൈസയും മേടിച്ച്, ചേട്ടാ നമസ്കാരം ചേട്ടാ, പോവാൻ ചേട്ടാ, ഞാൻ പോവാ ചേട്ടാ, പണി തീർന്നു ചേട്ടാ, ഇനി എന്തെങ്കിലും പണിയുണ്ടോ ചേട്ടാ എന്നങ്ങനെയൊക്കെ ചോദിച്ചേനെ. ഇതിപ്പോൾ ഈ ചെറുക്കനെ വിളിച്ചിട്ടുണ്ട്. എന്നാലും ഇവന് പൈസ കൊടുക്കാതെ കളയിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൈസ കൊടുത്തിട്ടായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമായിപ്പോയേനെ. കാരണം 1000 രൂപ കൊടുത്തിട്ട് 2 തിണ്ടെടുക്കാൻ വേണം വിളിച്ചിട്ട് കാര്യമുണ്ടോ? പയറ് വിറ്റാൽ പോലും 1000 രൂപ കിട്ടത്തില്ല. പിന്നെ നമുക്കെന്നാലും ജൈവ കൃഷി രീതിയിൽ തയ്യാറാക്കിയ പച്ചക്കറി കഴിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, എന്നാൽ അടുത്ത വീഡിയോ കാണാം.